ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എത്തിയിരിക്കുന്നത് മൗനരാഗം സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ ബഗാസുരന്റെ അടുത്ത് സരയും ശാരിയും സംസാരിക്കുകയാണ്. അച്ഛന്റെ വട്ടൊക്കെ കുറച്ചെങ്കിലും മാറിയത് അച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഷോക്ക് ട്രീറ്റ്മെന്റും ഗുളികയും ഒക്കെ തന്നതുകൊണ്ട് തന്നെയാണ്. എന്തായാലും അച്ഛന്റെ അന്നത്തെ സ്ഥിതിവിശേഷങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അച്ഛൻ എവിടെയൊക്കെയോ എന്തൊക്കെയോ തകരാറുണ്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ സരയു സംസാരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ സരി കാര്യങ്ങൾ പറഞ്ഞത് നമ്മുടെ രാഹുലിന് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല. പുള്ളിക്കാരൻ പറയാ, ആടി എനിക്ക് മുഴുവൻ ഭ്രാന്തായിരുന്നു, പക്ഷേ എന്നേലും ഭ്രാന്ത് മൂത്ത ഒരുത്തൻ ഇവിടെ ഉണ്ട്, നിന്റെ ഭർത്താവെന്ന് പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ട് നമ്മുടെ മനോഹരൻ അങ്ങോട്ട് വരിക. മനു ഇത് കേട്ടെന്ന് കണ്ടതും രാഹുൽ ആണെങ്കിൽ ഒരു പൊടിക്ക് ഒതുങ്ങി. അപ്പൊ സരയു വിട്ടുകൊടുക്കുവോ? സരയു പറയാണ്, അച്ഛാ എന്റെ ഭർത്താവിന് ഭ്രാന്ത് ഉണ്ടെങ്കിൽ ഞാനങ്ങ് സഹിച്ചു, അച്ഛൻ എന്ത് പറഞ്ഞാലും ഉടനെ എന്റെ ഭർത്താവിനെ അങ്ങ് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിച്ച് പുള്ളിക്കാരനോട് ദേഷ്യപ്പെടുമ്പോഴത്തേക്കിനും മോളൂന് എന്തറിയാന്നും പറഞ്ഞ് നമ്മുടെ മനോഹർ അങ്ങ് വന്ന് പറയാണ്, അതെ നിന്റെ അച്ഛന് ചില സമയത്ത് ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, താരാൻറ്റിയുടെ കാര്യം. അവരിവിടെ വന്നതിന് ശേഷമല്ലേ നിന്റെ അച്ഛന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇനി ആൾക്കാരൊക്കെ പറയുന്നത് പോലെ സേനൻ തന്നെയാണോ താരയെ ചതിച്ചത്, അതോ നിന്റെ അച്ഛനാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടെന്ന് മനോഹർ നമ്മുടെ രാഹുലിനെ നിർത്തിക്കൊണ്ട് പറയുമ്പോഴത്തേക്കിനും രാഹുലാണെങ്കിലോ, എടാ നീ ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ ഭാര്യയും മകളെയും എനിക്കെതിരെ തിരിക്കാൻ നോക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. അല്ലച്ചാ ആ കാര്യത്തിൽ എനിക്കും ചെറിയൊരു സംശയമൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് സരയു ആണെങ്കിൽ തൻ്റെ സംശയങ്ങളൊക്കെ പ്രകടിപ്പിക്കുമ്പോഴത്തേക്കിനും ഇനി മറ്റു മാർഗങ്ങളൊന്നും ഇല്ല, ഇവരുടെ അടുത്ത് ഇനി നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ തനിക്ക് പൂട്ട് വീഴുമെന്നും പറഞ്ഞ് പുള്ളിക്കാരനാണെങ്കിലോ പതിയെ, എനിക്ക് കുറച്ച് ശുദ്ധവായു ശ്വസിക്കണം, അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളൊക്കെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങ് പോയിക്കോന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. ബഗാസുരൻ ഇങ്ങനെ പറഞ്ഞതും നമ്മുടെ ശാരിയും സരയും കൂടി റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് മനോഹറാണെങ്കിലോ, മോള് നിങ്ങൾ ചെല്ലു കേട്ടോ, ഞാൻ ഇപ്പം വരാമെന്നും പറഞ്ഞ് നമ്മുടെ രാഹുലിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. അതെ നിങ്ങൾ എനിക്കെതിരെ കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കായിട്ട് മുട്ടം പണി തരാനുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അതുമാത്രമല്ല, സംസാരശേഷി ഇല്ലാതിരുന്ന അപ്പുറത്തെ കല്യാണി നേടിയിരിക്കുന്ന നേട്ടങ്ങൾ കണ്ടോ. വെറും 3ാം ക്ലാസ് മാത്രം പഠിച്ച അവളാണ് കോടതിയിൽ ഇത്രയധികം നല്ല രീതിയിൽ വാദിക്കുകയൊക്കെ ചെയ്തത്. മിക്കവാറും പ്രകാശനും അവൻ്റെ മകനും ഒക്കെ പണി കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ മനോഹർ രാഹുലിനെ ഭീഷണിപ്പെടുത്തുമ്പോഴത്തേക്കിനും താരയാൻറ്റിയുടെ കാര്യം, താരയെ വലിയ ഇഷ്ടമാണ് കല്യാണിക്ക്, അതുകൊണ്ട് താരയുടെ ജീവിതത്തിൽ നടന്ന ദുരന്തങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞാൽ ബഗാസുര തനിക്ക് രക്ഷയുണ്ടാകില്ല എന്നും പറഞ്ഞ് രാഹുലിനെ ഭീഷണിപ്പെടുത്തുമ്പോഴത്തേക്കിനും എൻ്റെ പൊന്ന് മനോഹറെ നീ എന്നെ ഒന്ന് വെറുതെ വിട്, എനിക്ക് കുറച്ച് സമാധാനം വേണമെന്നും പറഞ്ഞ് രാഹുൽ അവൻ്റെ മുന്നിൽ ഇങ്ങനെ കെഞ്ചുകയാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് കോടതി കൂടിയതും കേസ് വിധി പ്രഖ്യാപിക്കുന്നതിന് മുന്നേ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനുണ്ടോ എന്ന് ജഡ്ജി ചോദിക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ നമ്മുടെ വക്കീൽ അങ്ങ് ഇടപെടുകയാണ്. വക്കീൽ വന്നതും എനിക്കൊരു സാക്ഷിയെ കൂടി വിസ്തരിക്കാനുണ്ട്, അപ്പം വിക്രത്തിനോട് കോർട്ടിൽ കയറി നിൽക്കാനും പറഞ്ഞു. വിക്രമാണെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കിനും എൻ്റെ കക്ഷിക്കെതിരെ നടന്നിരിക്കുന്നത് ഗൂഢാലോചനയാണ് എന്നുള്ള കാര്യം വക്കീൽ പറയുമ്പോഴത്തേക്കിനും വിക്രമാണെങ്കിലോ, അതെ മേഡം ഒന്ന് ആലോചിച്ച് നോക്ക്, കല്യാണിയുടെ കാര്യം, കല്യാണി എൻ്റെ സഹോദരിയായിട്ട് കൂടിയും എന്നെ അവിടെ വെച്ച് തല്ലിയത് ഒരുപാട് പേര് കണ്ടതാണ്, അപ്പോഴും ഞാൻ അവളോട് പ്രതികരിച്ചിട്ടില്ല. പിന്നെ അവൾ ഇവിടെ സാക്ഷികളാക്കി കൊണ്ടുവന്ന സോണിയും അത്ര നല്ല സ്വഭാവക്കാരിയൊന്നും അല്ല എന്നുള്ള രീതിയിൽ ഇവരിങ്ങനെ സംസാരിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ സോണിയെക്കുറിച്ച് മോശമായിട്ടൊക്കെ പറയുമ്പോൾ നമ്മുടെ കല്യാണിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ സോണിയാണ് വിവാഹത്തിന് മുന്നേ തന്നെ അവളുടെ നല്ല സ്വഭാവമായിരുന്നെങ്കിൽ ഒരു കാരണവശാലും അവൾ വിവാഹത്തിന് മുന്നേ വിശേഷം അറിയിക്കില്ല എന്നുള്ള കാര്യമൊക്കെ വിക്രമാണെങ്കിൽ കോടതിയിൽ അങ്ങനെ പറയുമ്പോഴത്തേക്കിനും കിരണിനും അതുപോലെ സോണിക്കും ഒക്കെ അത് വളരെയധികം അപമാനമാകുകയാണ്. പെട്ടെന്ന് തന്നെ ഇവൻ അതിനോടൊപ്പം തന്നെ നമ്മുടെ ശരണ്യയുടെ കാര്യവും പറയുന്നുണ്ട്. പിന്നെ ശരണ്യ ഈ കോടതിയിൽ പറഞ്ഞു, അവളും ഞാനും തമ്മിൽ ഭാര്യയും ഭർത്താവുമായിട്ടല്ല ജീവിക്കുന്നതെന്ന്, വിവാഹം കഴിഞ്ഞ് അന്ന് നാളെ തൊട്ട് ഞങ്ങൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവുമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ആ കാര്യം ഒക്കെ സത്യം തന്നെയാണ്, എൻ്റെ കയ്യിൽ അതിനുള്ള തെളിവുകളൊന്നുമില്ല. പക്ഷേ ഈ കഴിഞ്ഞ ദിവസമാണ് അവള് സുരേഷിനെയും കൊണ്ട് വന്നപ്പോഴാണ് അവളുടെ മുൻ ഭർത്താവാണ് സുരേഷ് എന്നുള്ള കാര്യം പോലും ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ സോണിയെക്കുറിച്ചും അതുപോലെ ശരണ്യയെക്കുറിച്ചും ഒക്കെ പറയുമ്പോഴത്തേക്കിനും കോടതി മുമ്പിൽ ഇനി എനിക്ക് മറ്റൊന്നും ബോധ്യപ്പെടുത്താനില്ല, എൻ്റെ നിരപരാധിത്വം തെളിയിക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വിക്രം അവിടുന്ന് ഇറങ്ങുകയാണ്. പെട്ടെന്ന് തന്നെ ഇനി എതിർഭാഗം വക്കീലും തന്നെയാണ്. അപ്പം ഇനി എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പറയാനുണ്ടോ എന്ന് നമ്മുടെ കല്യാണിയോട് ചോദിക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് കല്യാണി പറയാണ്,
എനിക്ക് എൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടി ഒരാളെ കൂടി ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ വിക്രത്തിനെ ഒന്നും കൂടി പിടിച്ച് അവിടെ നിർത്തുകയാണ് കല്യാണി. പെട്ടെന്ന് തന്നെ വിക്രം ആണെങ്കിലോ, ഇവളിനിയിപ്പോൾ എന്ത് ചെയ്യാനാ, ഇവളിനി ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല, താൻ എന്തായാലും ജയിക്കുമെന്നുള്ള കാര്യം അത് വിക്രത്തിന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. അപ്പം വിക്രത്തിൻ്റെ അടുത്ത് കല്യാണി ചോദിക്കുന്നുണ്ട്, നീ ഏത് രീതിയിലാണ് സോണിയുടെ ജീവിതത്തിൽ കയറി കൂടിയതെന്ന് ചോദിക്കുക. നിനക്ക് ചിത്രരചന വശമുണ്ടോ എന്ന് ചോദിക്കുമ്പം ചിത്രരചന വശമുണ്ട് എന്നുള്ള രീതിയിൽ ആദ്യം നമ്മുടെ വിക്രം പറഞ്ഞെങ്കിലും പിന്നീട് ഒരു രക്ഷയില്ല. വിക്രത്തിന് കോടതിയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വരുമ്പം ഞാൻ വരയ്ക്കൊന്നുമില്ല എന്നുള്ള കാര്യം ആ ഒരു സത്യം കോടതിയിൽ പറയുകയാണ്. പിന്നെ ശരണ്യയുടെ കാര്യം പറയുമ്പോഴത്തേക്കിനും ശരണ്യാണെങ്കിലോ, ശരണ്യ ഏറ്റു തന്നെ ആദ്യം പറഞ്ഞായിരുന്നു ഇവൻ പറയുന്നത് മുഴുവനും പച്ചക്കള്ളമാണ് എന്നുള്ള രീതിയിൽ. താൻ ഇനി എന്തായാലും അതൊക്കെ തെളിയിക്കുമെന്നുള്ള രീതിയിൽ കല്യാണിയും സംസാരിക്കുമ്പോഴത്തേക്കിനും വിക്രത്തിന് ഇനി രക്ഷയില്ല. വിക്രത്തിന്റെ വാദമുഖങ്ങളൊക്കെ പൊളിയുമ്പോഴത്തേക്കിനും താൻ ഒരുപാട് സ്നേഹിക്കുന്ന രണ്ട് സഹോദരിമാരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ, അപ്പം ഈ കാര്യങ്ങളൊക്കെ നിലവിൽ നിൽക്കുമ്പോഴത്തേക്കിനും ഇവൻ എന്നോട് ആ രീതിയിൽ ഷൗട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ ഞാൻ അവനെ തല്ലിപ്പോയി. അതെൻ്റെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റാണ്. ഏതൊരു സഹോദരിയും തൻ്റെ സഹോദരനെ സ്നേഹിക്കാൻ മാത്രമേ ശ്രമിക്കുകയുള്ളൂ. പക്ഷേ ഇത്രയധികം സമൂഹത്തിന് ദുഷ്ടതരം ചെയ്തിട്ടുള്ള ഒരുത്തനെ ഒരു പെങ്ങൾക്കും സഹിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യമൊക്കെ കല്യാണി കോടതിയിൽ പറയുകയാണ്. പിന്നീട് അതിനു വേണ്ടിയിട്ട് വൻപൻ ഒരു തെളിവ് തന്നെ കല്യാണി ശേഖരിച്ചിട്ടുണ്ട്. നമ്മുടെ ശരണ്യയുടെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയത് വിക്രമല്ല എന്ന് വിക്രം നിഷേധിക്കുകയൊക്കെ ചെയ്തല്ലോ. അതിനൊക്കെ ബദലായിട്ട് അവിടുത്തെ CCTV ഫുട്ടേജ് അത് തന്നെ നമ്മുടെ കല്യാണി കോടതിയിൽ പ്രസന്റ് ചെയ്യുമ്പോൾ ഇനി വിക്രത്തിന് രക്ഷയില്ല. നമ്മുടെ പ്രകാശനുമാണെങ്കിലും തകർന്ന് നിൽക്കുകയാണ്. തൻ്റെ മകന് പൂട്ട് വീണു എന്ന് തന്നെ പ്രകാശനും മനസ്സിലായി. അങ്ങനെ ആ ഒരു കോടതിയിൽ നമ്മുടെ വിക്രം കൊടും ക്രിമിനലാണ് എന്നുള്ള കാര്യം തെളിയുകയാണ്. എന്തായാലും വിധി ഇന്നത്തെ ദിവസം വരുന്നില്ല. വിധി എന്തായാലും അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ മൗനരാഗത്തിൻ്റെ വിശേഷത്തിലുള്ളത്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്